താരജാട ഏതുമില്ലാത്ത മലയാളികളുടെ സ്വന്തം പുതുക്കോട്ടയിലെ പുതുമണവാളന്റെ വീട് എങ്ങനെയെന്ന് കണ്ടാലോ? ഞങ്ങൾ രണ്ടാളും ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. ഹാസ്യത്തിന്റെ ലോകത്തേക്ക് മലയാള സിനിമയെ കൈപിടിച്ചുയർത്തിയ നടന്മാരിൽ മുഖ്യൻ, ഒരു അഭിനേതാവ് എന്നതിനപ്പുറം ഇന്ന് അദ്ദേഹം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനും എഴുത്തുകാരനും പത്തനംതിട്ട കിസുമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബ്രാൻഡ് അംബാസിഡറും കൂടിയാകുമ്പോഴും അമ്മാവ എന്നൊരൊറ്റ വിളിയിലൂടെ ആരാണ് ആ അതുല്യ നടനെന്ന് മലയാളികൾ പറയും. ഒരു കാലത്ത് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന ലംബോ എന്ന ടെലിഫിലിം, അതിലെ ലംബോ എന്ന കഥാപാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രശസ്തിയിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ വളർച്ചയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ താരജാട ലെവലേശമില്ലാത്ത ഇദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ആവർത്തിച്ച് കണ്ടിരുന്നു പോകുന്ന മലയാളികൾക്ക് പ്രേംകുമാർ എന്ന പേര് കേട്ടാൽ മുഖത്ത് ഒരൽപ്പം ചിരി പടരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മൾ മലയാളികളുടെ സ്വന്തം പ്രേംകുമാർ ചേട്ടന്റെ വീട്ടിലേക്കാണ്. വീടിന്റെ കാഴ്ചകൾക്ക് മുൻപ് അവിടേക്ക് എത്തേണ്ട കൃത്യവും വ്യക്തവുമായ വഴി കൂടി പറഞ്ഞുകൊണ്ട് തുടരാം. തിരുവനന്തപുരം പോത്തൻകോട്, മുന്നിലേക്ക് ഗുരുദേവന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലൂടെ ശ്രീകാര്യം, ശ്രീകാര്യത്തു നിന്നും കാര്യവട്ടം ക്യാമ്പസിന് മുന്നിലൂടെ നേരെ എത്തിച്ചേരുന്നത് കഴക്കൂട്ടം. കഴക്കൂട്ടത്തെ KSEB ഓഫീസിനോട് ചേർന്ന് തിരുവനന്തപുരം നഗരസഭ കഴക്കൂട്ടം മേഖലാ ഓഫീസ് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വീട് തന്നെയാണ് നിങ്ങളിൽ ഒത്തിരി പേർ കാണണമെന്നാവശ്യപ്പെട്ട നമ്മുടെ എല്ലാം സ്വന്തം പ്രേംകുമാർ ചേട്ടന്റെ വീട്. ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. പൗരുഷം വേണം, അതിലെ ഗേൾസ് വീഴൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം പ്രേംകുമാർ ചേട്ടൻ ജനിച്ചു വളർന്ന കുടുംബ വീടിന് മുന്നിലാണ് ഞാൻ. ഇവിടെ നിന്നുമാണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രേംകുമാർ എന്ന അസാമാന്യ കലാകാരന്റെ സിനിമയിലേക്കുള്ള തുടക്കം എന്ന് പറയുമ്പോഴും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയപ്പോൾ പോലും ഈ വീട് വിട്ട് അദ്ദേഹം മറ്റെവിടെയും പോയിട്ടില്ല. ഇവിടെ പ്രേംകുമാർ എന്ന നടനെ പറ്റി പറഞ്ഞവർക്കെല്ലാം അദ്ദേഹം അഹങ്കാരമില്ലാത്തൊരു മനുഷ്യനാണെന്ന് പറയുവാനായിരുന്നു ഇഷ്ടം. താരജാട ഏതുമില്ലാത്ത മലയാളികളുടെ സ്വന്തം പുതുക്കോട്ടയിലെ പുതുമണവാളന്റെ വീട് എങ്ങനെയെന്ന് കണ്ടാലോ? അങ്ങനെയെങ്കിൽ നേരെ വീഡിയോയിലേക്ക്. അനിയൻ വാവ, ചേട്ടൻ വാവ, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, സ്നേഹിതൻ, ആദ്യത്തെ കൺമണി, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം തുടങ്ങി 100ഓളം ചിത്രങ്ങളിലൂടെ ജനഹൃദയം കീഴടക്കിയ പ്രേംകുമാർ എന്ന നടൻ 1967 സെപ്റ്റംബർ 12 ജെയിംസ് സാമുവലിന്റെയും ജയകുമാരിയുടെയും മകനായി ഈ വീട്ടിൽ ജനിക്കുന്നു. തിരുവനന്തപുരത്തെ വിവിധ കലാലയങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും അഭിനയത്തിൽ 1ാം റാങ്കോടെ പാസ്സാവുകയും തുടർന്ന് സിനിമയിലേക്ക് ചുവടുവയ്ക്കുകയുമായിരുന്നു. പ്രശസ്ത സംവിധായകൻ PA ബക്കറിന്റെ P കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള സഖാവ് എന്ന സിനിമയിൽ നിന്നും തുടക്കം. എന്നാൽ ആ ചിത്രം പ്രദർശനത്തിനെത്തിയിരുന്നില്ല. തുടർന്ന് ദൂരദർശൻ മലയാളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ടെലിഫിലിമിലെ അത്യുജ്വല പ്രകടനത്തിന് 1990 മികച്ച നടനുള്ള കേരള സംസ്ഥാന TV അവാർഡ് സ്വന്തമാക്കുന്നതിനൊപ്പം തന്നെ മലയാള ചിത്രങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു. മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥതയിട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അങ്ങനെ അരങ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രേംകുമാർ ചേട്ടൻ ആദ്യമായി മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. 30 വർഷത്തിലധികമായി അഭിനയ രംഗത്തുള്ള ഇദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നായക വേഷങ്ങളിലേക്ക് എത്തിയ നടനാണെന്ന് അറിയാമല്ലോ. ഒരു കാലത്ത് സിനിമയിലെ ജയറാം പ്രേംകുമാർ കൂട്ടുകെട്ട് മലയാളികൾ എങ്ങനെ മറക്കാനാണ്? ജോണി വാക്കർ, മന്ത്രി കൊച്ചമ്മ, ഇക്കരയാണെന്റെ താമസം തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ ഇദ്ദേഹത്തെ മലയാളികൾ ഏറ്റെടുക്കുകയായിരുന്നു.
സിനിമകളിൽ നായകനും സഹനടനുമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം അഭിനയ രംഗത്തു നിന്നും കുറച്ചുകാലം വിട്ടുനിന്നിരുന്നുവല്ലോ. ഒരാൾ പോലും സിനിമയിൽ ആവശ്യ ഘടകമല്ല. ആരെങ്കിലുമൊക്കെ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ആവശ്യം നമുക്കാണെന്ന തിരിച്ചറിവാണ് വേണ്ടത്. ആത്മാർത്ഥതയും സത്യസന്ധതയും അർപ്പണ മനോഭാവവും പുലർത്തി കഠിനാധ്വാനം ചെയ്യണം. ഒപ്പം ഭാഗ്യവും ദൈവാനുഗ്രഹവും വേണം. ഞാൻ സൗഹൃദങ്ങൾ പുതുക്കാറില്ല. സിനിമാ അവസരങ്ങൾക്ക് വേണ്ടി തേടി പോകാറുമില്ല. അവസരങ്ങൾ എന്നെ തേടി വരികയായിരുന്നു. വെള്ളിത്തിരയിൽ വന്നതും സിനിമകളില്ലാത്തതും ഇപ്പോൾ വീണ്ടും സജീവമായതുമെല്ലാം ദൈവനിശ്ചയമായി മാത്രം കാണുന്നുവെന്നാണ് പ്രേംകുമാർ ചേട്ടൻ പറയുന്നത്. ഞാൻ ഈ സമൂഹത്തിൽ ജനിച്ച് വളർന്ന് ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ആകാശത്തുനിന്ന് പൊട്ടി വീണ ഒരു ആളല്ല. സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത ഇദ്ദേഹം അക്ഷരങ്ങളുടെ ലോകത്ത് സജീവമായതും വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലേഖനങ്ങളെയെല്ലാം ഒരു പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയതുമെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ഒരു യഥാർത്ഥ പ്രേംകുമാർ, എന്നിലെ എന്നെ അടയാളപ്പെടുത്തുക കൂടിയാണ് എന്റെ എഴുത്തെന്ന് പറയുന്നത്. അടൂർ ഭാസി കൾച്ചറൽ ഫോറം ചലച്ചിത്ര രത്ന പുരസ്കാരം, സുകുമാരൻ ചലച്ചിത്ര പുരസ്കാരം, KP ഉമ്മർ ചലച്ചിത്ര പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ചട്ടക്കാരി, തേജാഭായി ആൻഡ് ഫാമിലി, ഷട്ടർ, അരവിന്ദന്റെ അതിഥികൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ രംഗത്ത് വീണ്ടും സജീവമായ നമ്മുടെ പ്രേംകുമാർ ചേട്ടന്റെ തുടർന്നുള്ള അടിപൊളി ചിത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും എന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പ്രത്യേക ഒരു മുഖവുരയുടെ ആവശ്യമില്ലെങ്കിൽ കൂടിയും ഞാനൊരു നടൻ മാത്രമല്ല, മികച്ചൊരു സംവിധായകൻ കൂടിയാണെന്ന് അടുത്തിടെയായി നമ്മുടെ ലാലേട്ടന്റെ സിനിമയിലൂടെ തെളിയിച്ച യുവാക്കളുടെ ഹരമായൊരു നടൻ. മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ? അപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്ന ആ വീടിന്റെ കാഴ്ചകൾ നമുക്ക് കാണണം. അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂടിക്കോ. വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി ഉടൻ എത്താം. അതുവരെ ശുഭദിനം. ഞാനിപ്പോ നാട്ടിൽ അവിടെ ഇല്ല, ഞാൻ കോഴിക്കോടാ ഉള്ളത്. കോഴിക്കോട്. ഓക്കെ. വീടിന്റെ ഫ്രണ്ടിൽ ആ വീടിന്റെ ഒരു പേരോ എന്റെ പേരോ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. കണ്ടിരുന്നു. സാധാരണ ഏത് വീടിന്റെയും ഫ്രണ്ടിൽ ആ വീട്ടിന്റെ ഒരു ആളിന്റെ പേരൊക്കെ ഇങ്ങനെ വീട്ടിൽ എഴുതി വെക്കും. അതെ അതെ, ആണാണ്. നമ്മൾ അതൊന്നും ഇല്ലാതെ വളരെ സ്വസ്ഥമായി ഒതുങ്ങിക്കൂടി അവിടെ കഴിയുകയാണ്. അത് കുടുംബ വീടാണ്. എന്റെ ശരിക്കും ഫാദറൊക്കെ വെച്ച മാതിരി കുടുംബ വീടാണ്. അപ്പൊ ഞാൻ എന്തായാലും വന്നിട്ട് നമുക്ക് നേരിട്ട് കാണിക്കാം. എന്തുവാ പേരെന്തോ? പേര് അണിമ. ഓക്കെ, നോക്കടാ.